LXi ആണ് അല്ലേ? ഓക്കെ. പിന്നെ വണ്ടി ഓടിയുള്ള 89,000 കിലോമീറ്റർ, ടയർ 4 പുതിയത്. ഓണർഷിപ്പ് 3 ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഇത് എത്ര നിങ്ങൾ ചോദിക്കുന്നത്? ഇത് നമ്മൾ ഫുള്ള് ലോണിൽ നമുക്ക് 2 ലക്ഷം രൂപക്ക് ഫൈനൽ കൊടുക്കാം. 2 ലക്ഷം രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. ഫുൾ ലോണും കിട്ടും. 2016 മോഡൽ തന്നെ. ഓക്കെ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിയാൽ കേട്ടാ. ഇത് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും മെയിൻ ഗ്ലാസ് മാത്രം മാറിയിട്ടുള്ളൂ. വേറെ അപാധകളൊന്നും ഇല്ല. ഇപ്പൊ മെക്കാനിക്കൽ പരമായിട്ട് യാതൊന്നും കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും ഇല്ല. വണ്ടി അത്രയ്ക്ക് പക്കാണ്. 2016 മോഡല് 2 ലക്ഷം രൂപ നിങ്ങൾ ചോദിക്കുന്നത്. ഫുള്ള് ലോണ്, 1 രൂപ വേണ്ട. സാധാരണ വിലയിൽ സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി വണ്ടികളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ഇന്നുള്ളത് റോയൽസ് മാറഞ്ചേരിയിലാണ്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് റാഷിദ് ഭായ് ആണ്, ഇതിന്റെ ഓണറാണ്. റാഷിദ് ഭായ് എന്തൊക്കെയുണ്ട്? സുഖല്ലേ? നോമ്പല്ല ഉണ്ട്. പിന്നെ നമുക്ക് ഈ 2018 ഡീസൽ വണ്ടിയില്ലേ, സ്വിഫ്റ്റ് കാർ, ഇത് എത്ര കൊടുക്കാം? ഇത് നമുക്ക് 5,60 കൊടുക്കാം. ഈ 2011 ഫോർച്യൂണർ ഒറിജിനൽ കേരള വണ്ടി, ഇത് എത്ര കൊടുക്കാം? 4x4 ആണ്. അത് നമുക്ക് 10 രൂപ കൊടുക്കാം. ഗുജറാത്ത് റൈസിനുള്ള ഇന്നോവ കാർ, അത് എത്ര മോഡൽ? 2015 മോഡൽ. അത് നമ്പർ ആക്കിയിട്ട് നിങ്ങൾ എത്ര കൊടുക്കും? നമുക്ക് 8,60 കൊടുക്കാം. 8,60 കൊടുക്കും അല്ലെ? ഓക്കെ. ഇവിടെ 7 സീറ്റർ ചെറുവണ്ടികളാണ് ഇവിടെ നിലവിൽ സ്റ്റോക്ക് ഉള്ളത്. നമ്മൾ അന്നാള് കാണിച്ചതിൽ കുറെ അപ്ഡേഷൻ വന്നിട്ടുണ്ട് അല്ലെ? അന്നാള് കാണിച്ചതിൽ കുറച്ച് വണ്ടികളെ ഉള്ളൂ. ഇത് കറക്റ്റ് പ്രോപ്പർ ലൊക്കേഷൻ എങ്ങനെ വരുന്നത്? ഗുരുവായൂർ റോട്ടിൽ മാറഞ്ചേരി അല്ല? റോയൽസ് യൂസ്ഡ് കാർസ് ആണ്. അപ്പോൾ എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ ഈ യാർഡ് അറിയാം. ഇവിടെ എവിടുന്ന് കിട്ടുന്നേക്കാളും 10-50,000 രൂപ കുറച്ചിട്ടാണ് ഇവിടെ വണ്ടി കിട്ടുള്ളൂ. അതിന് നിങ്ങൾ യാതൊരു പേടിയും പേടിക്കണ്ട. പിന്നെ അപ്പൊ നമുക്ക് ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കല്ലേ? അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ലൊക്കേഷൻ, അതുപോലെ തന്നെ വണ്ടിന്റെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വീഡിയോയുടെ അടിയിൽ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ സ്വിഫ്റ്റ് കാർ നോക്കുന്നവരുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഒരുപാട് വണ്ടികളുണ്ട്. അപ്പൊ നമുക്ക് നേരെ വണ്ടിയിലേക്ക് പോകാം. 2018 സ്വിഫ്റ്റ് കാർ, ഇത് ഒന്ന് പ്രഷ് ഔട്ട് ഒന്ന് പറഞ്ഞാൽ. 2018 വണ്ടി, 1 ലക്ഷം കിലോമീറ്റർ, കമ്പനി സർവീസ്, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. എക്സ്ട്രാ ഫിറ്റിംഗ് അലോയ്സ്, വീഡിയോയുടെ ടയേഴ്സ്, LED സ്റ്റീരിയോ, റിവേഴ്സ് ക്യാമറ, ഫ്രണ്ട് ക്യാമറ എല്ലാം ഉണ്ട്. എല്ലാ സെറ്റപ്പ് ഉണ്ടല്ലേ? വണ്ടി മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഒന്നുമില്ല. ഒരു വർക്കും പെൻഡിംഗ് ഇല്ല. ഓക്കെ. ഓപ്ഷൻ തന്നെ വീഡിയോ അല്ലേ? എത്ര കൊടുക്കാം? 5,60 കൊടുക്കാം. മാക്സിമം ഫിനാൻസ് എത്ര കിട്ടും? 5 ലക്ഷം രൂപ കിട്ടും. 5 രൂപ ഫിനാൻസ് കിട്ടും. 50-60 ഉറുപ്പ ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാൻ പറ്റും അല്ലെ? ഓക്കെ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിയാൽ കേട്ടോ. ഇവിടെ നമുക്ക് വീണ്ടും ഒരു സ്വിഫ്റ്റ് കാർ തന്നെ നോക്കാം. ഇത് ഡീസൽ വണ്ടി? ഡീസൽ അല്ലേ? ഈ മോഡൽ 2012 മോഡൽ VDI. ഓക്കെ. 1,10,000 കിലോമീറ്റർ. ഓക്കെ. കമ്പനി സർവീസ്, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. തട്ടുമുട്ട് വരക്കൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി അല്ലേ? ക്വാളിറ്റി വണ്ടി. രണ്ടാമത്തെ ഓണർ ആയിട്ടുള്ളൂ. ടയർ ഒക്കെ 80% അബൌട്ട് ടയർ ഉണ്ട്. ഓക്കെ. 4 കട്ടുള്ള ടയറാണ്. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. ഇന്റീരിയർ സീറ്റ് കവർ ഉണ്ട്, LED സ്റ്റീരിയോ ഉണ്ട്, LED ആൻഡ്രോയിഡ് സെറ്റിൽ ഉണ്ട് അല്ലേ? ഓക്കെ. എത്ര ചോദ്യം? 3,25 ചോദിക്കുന്നുണ്ട് അല്ലേ? വില കുറയോ? വില ചെറുതായി കുറച്ച് കൊടുക്കാം. മാക്സിമം എത്ര പൈസ ഉണ്ട് കിടക്കാം? ഇത് നമുക്കൊരു 70,000 രൂപ. 70,000 രൂപ ഉണ്ട് കിടക്കാം അല്ലേ? ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം നോക്കാം. ഇവിടെ നമുക്കൊരു ആൾട്ടോ 800 നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്രയാണ് വരുന്നത്? ഇത് 2016 വണ്ടി. 2016 മോഡലാണ്. ഓപ്ഷൻ തന്നെ LXi ആണ് അല്ലെ? ഓക്കെ. പിന്നെ വണ്ടി ഓടിയുള്ള 89,000 കിലോമീറ്റർ, ടയർ 4 പുതിയത്. ഓണർഷിപ്പ് 3 ആയിട്ടുണ്ട് അല്ലെ? ഓക്കെ. ഇത് എത്ര നിങ്ങൾ ചോദിക്കുന്നത്? ഇത് നമ്മൾ ഫുള്ള് ലോണിൽ നമുക്ക് 2 ലക്ഷം രൂപക്ക് ഫൈനൽ കൊടുക്കാം. 2 ലക്ഷം രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. ഫുൾ ലോണും കിട്ടും. 2016 മോഡൽ തന്നെ. ഓക്കെ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിയാൽ കേട്ടാ. ഇത് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും മെയിൻ ഗ്ലാസ് മാത്രം മാറിയിട്ടുള്ളൂ. വേറെ അപാധകളൊന്നും ഇല്ല. ഇപ്പൊ മെക്കാനിക്കൽ പരമായിട്ട് യാതൊന്നും കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും ഇല്ല. വണ്ടി അത്രയ്ക്ക് പക്കാണ്. 2016 മോഡല് 2 ലക്ഷം രൂപ നിങ്ങൾ ചോദിക്കുന്നത്. ഫുള്ള് ലോണ്, 1 രൂപ വേണ്ട. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിയാൽ. ഇവിടെ നമുക്കൊരു സ്വിഫ്റ്റ് കാർ നോക്കാം. ഇത് എത്ര മോഡലാണ്? ഇത് 2018 മോഡൽ ഡീസൽ. 2018 മോഡൽ ഡീസൽ വണ്ടിയാണ്. ഓപ്ഷൻ പിന്നെ LDI ആണ്. ഓക്കെ. LDI എന്ന് പറയുമ്പോൾ AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ടോ? വരുന്നുണ്ട് അല്ലേ? ഓക്കെ. വണ്ടി എത്ര ഓട്ടോ ഉണ്ട്? 68,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 68 ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർ. വണ്ടി മിയാമിയ, തട്ടുമുട്ട് വരക്കൊന്നുമില്ല. ഒന്നുമില്ല. ഒരു റീപ്ലേസ് ഇല്ല. എത്ര ചോദ്യം? ഇത് നമുക്ക് 5,30 ഫൈനൽ കൊടുക്കാം. 5,30 കൊടുക്കാം. 2018 മോഡൽ ഡീസൽ വണ്ടി. ഓക്കെ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കളി. അടുത്ത നമുക്ക് വീണ്ടും ഒരു സ്വിഫ്റ്റ് കാർ തന്നെ നോക്കാം. ഇത് മോഡൽ എത്രയാണ്? 2014 വണ്ടി. 2014 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് VDI ആണ് അല്ലെ? ഓക്കെ. ഇതൊക്കെ എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1.5 ലക്ഷം ഓടിയിട്ടുണ്ട്. 1.5 ലക്ഷം ഓടിയിട്ടുണ്ട്. ഓട്ടം കുറച്ച് വൈഡ് ആണെങ്കിൽ വണ്ടി ക്വാളിറ്റിയാണ് അല്ലെ? കാണുമ്പോ തന്നെ ഒരു വർക്കത്തുണ്ട്. ഉള്ളും പുറത്തൊക്കെ കാണുമ്പോക്ക് മിയ അല്ല? എത്ര ചോദിക്കണേ? ഇത് നമുക്ക് ഫൈനലി ഒരു 3,65 കൊടുക്കാം. 3,65 കൊടുക്കാം. 2014 മോഡലാണ്. വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ 3,65 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കൂല? എത്ര പൈസ കേൾക്കാൻ പറ്റും?
നമുക്കൊരു 40,000 രൂപ കൊണ്ട് ഇറക്കാം. 40,000 രൂപ മതി അല്ലേ? അതെ. ഓക്കെ, നല്ല സിവിൽ സ്കോർ നല്ല ട്രാക്കുകൾ ഉള്ളവരാണെങ്കിൽ 40,000 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കാം. ലോൺ ഇട്ട് ഇറക്കാം. അപ്പൊ ബാണെങ്കിൽ വന്നോ. ഇവിടെ നമുക്കൊരു സ്വിഫ്റ്റ് കാർ നമുക്ക് നോക്കാം. ഇത് എത്രയാണ് മോഡല്? 2016 മോഡൽ VXI പെട്രോൾ. 2016 മോഡൽ VXI ആണ്, പെട്രോൾ വണ്ടിയാണ് അല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്. എത്ര ഓട്ടുണ്ട്? ഇത് 130 ഓടി. 130 ഓടിയിട്ടുണ്ട്. വണ്ടി മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. മിയ മിയ ഏതൊരാൾക്കും വിശ്വസിച്ചെടുക്കാൻ പറ്റിയ നല്ല അടിച്ചാപ്പൊളി വണ്ടി അല്ലേ? എത്ര ചോദിക്കണേ? ഇത് നമ്മൾ 4 ലക്ഷം രൂപക്ക് ഫുള്ള് ലോൺ കൊടുക്കും. ഫുള്ള് ലോണ് 1 രൂപ ഇല്ലാതെ ഈ വണ്ടി നിങ്ങൾക്ക് ലോൺ ഇറക്കാം. 4 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും കുറയോ വില? ഇനി അയിമൊന്നും കുറയില്ല. നമ്മളൊരു ഫുൾ കവർ ഇൻഷുറൻസ് പുതിയത് എടുത്തിട്ട് കൊടുക്കും. നിങ്ങൾ കൊടുക്കൂലേ? ഇൻക്ലൂഡ് ആക്കി കൊടുക്കും. അപ്പോ ഒന്ന് നോക്കാനില്ല കേട്ടോ. വണ്ടി വന്ന് ചെക്ക് ചെയ്തോ എടുത്തോളി കേട്ടോ. 4 ലക്ഷം രൂപ ചോദിക്കുന്ന ഫുള്ള് ലോൺ 1 രൂപ വേണ്ട. ഇവിടെ നമുക്ക് ഒരു വാഗനർ നമുക്ക് നോക്കാം. ഇത് MH റൈസിലാണ് നിൽക്കുന്നത് അല്ലേ? അതെ. ഇതിപ്പോ കേരള നമ്പറിൽ ആക്കിയിട്ട് കൊടുക്കും. കേരള നമ്പറിലാക്കിട്ട് കൊടുക്കും. ഓക്കെ, ഇത് പറഞ്ഞോളി അതിന്റെ ഡീറ്റെയിൽ. 2016 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, 1.5 ലക്ഷം കിലോമീറ്റർ, CNG ഫിറ്റഡ് ആണ് കമ്പനിയിൽ നിന്ന്. പിന്നെ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. നമ്പർ ആക്കിയിട്ട് നമ്മൾ 280 കൊടുക്കും. 280 കൊടുക്കും അല്ലേ? ഇത് മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഈ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഇല്ലല്ലേ? ഒന്നുമില്ല. മെയിൻ ഗ്ലാസും ക്വാർട്ടർ ഗ്ലാസും ഒന്നും റീപ്ലേസ് ഇല്ല. പക്ക വണ്ടിയാണ് അല്ലേ? 2016 മോഡലാണ്, LXI ആണ്. പിന്നെ CNG ഓൾറെഡി അതിൽ യൂസ് ആക്കാൻ പറ്റും. അങ്ങനെ പറ്റാതൊന്നും ഇല്ലല്ലോ. നല്ല യൂസ് ആക്കാൻ പറ്റുന്നത് തന്നെയാണ്. 280 ചോദിക്കണം അല്ലേ? ഓക്കെ, അപ്പൊ ആവശ്യമൊക്കെ വേഗം വന്ന് നോക്കി ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ കേട്ടോ. വണ്ടി MH ആണ്. അടുത്ത നമുക്ക് ഇവിടെ ഒരു ആൾട്ടോ കാർ നോക്കാം. ആൾട്ടോ 800 നോക്കാം. ഒരു ഗ്രേ കളറാണ് വരുന്നത്. മോഡൽ എത്രയാണ്? 2013 മോഡൽ. 2013 മോഡലാണ്. ഓപ്ഷൻ വരുന്ന LXI. ഓക്കെ, പറഞ്ഞോളി. ഇത് 80,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ടയർ 4 പുതിയതാണ്. ഇൻഷുറൻസ് ഫുൾ കവർ പുതിയതാണ്. ഓക്കെ, പിന്നെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. നമ്മള് ഫൈനൽ നമുക്ക് ഒരു 1.75 കൊടുക്കാം. 1.75 കൊടുക്കാം. ഓക്കെ, മോഡൽ എത്ര പറഞ്ഞു? 2013 ലാസ്റ്റ് വണ്ടി. 2013 LXI വണ്ടിയാണ്. ഓട്ടോ എത്ര? 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളി. 1.75 അല്ലേ ചോദിച്ചാൽ? വില കുറച്ച് കൊടുക്കൂലേ? 1.75 കൊടുക്കാം. മാക്സിമം ഫിനാൻസ് എത്ര കിട്ടും? 1.5 ലക്ഷം രൂപ. 1.5 രൂപ ഫിനാൻസ് കിട്ടും. ആകെ 25,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ലോൺ ഇറക്കാം. ഇവിടെ നമുക്കൊരു ഗോൾഡൻ കളറിൽ വരുന്ന ഒരു ഇറ്റിയോസ് ലിവ. ഇത് എങ്ങനെയാണ് കാര്യങ്ങൾ? 2012 2012 GD ആണ് ഓപ്ഷൻ വരുന്നത്. എത്രയാണ് ഇത്? കിലോമീറ്റർ 140 ഓടിയുണ്ട്. ഫ്രണ്ട് ന്യൂ ടൈപ്പ് ആക്കിയിട്ടുണ്ട്. ഇത് പ്ലാറ്റിനം മോഡലിലേക്ക് കൺവേർട്ട് ആക്കി അല്ലേ? ഓക്കെ, മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്കൊരു 3 ലക്ഷം രൂപ 3 രൂപ കൊടുക്കാം. ഓക്കെ, 2012 ഇറ്റിയോസ് ലിവ ചോദിക്കുന്നത് 3 ലക്ഷം രൂപയാണ്. വില കുറച്ചു ഫിക്സ് റേറ്റ് അല്ല. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കി കളി. ഗുജറാത്ത് റൈസൻ ആയിട്ടുള്ള ഒരു ഇന്നോവ കാർ നമുക്ക് നോക്കാം അല്ലേ? ഇത് വണ്ടി എത്ര മോഡൽ? 2015 മോഡൽ. ഓപ്ഷൻ പിന്നെ G4. എത്ര ഓടിയിട്ടുണ്ട്? 2.5 ലക്ഷം ഓടിയിട്ടുണ്ട്. 2.5 ലക്ഷം ഓടിയിട്ടുണ്ട്. ജെനുവിൻ ആണ് പറയാൻ കഴിയോ? ഹിസ്റ്ററി ഉണ്ട് തന്നെ. അപ്പൊ കിലോമീറ്റർ ജെനുവിൻ ആണ് കേട്ടോ. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. വണ്ടി എന്തെങ്കിലും മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഒരു റീപ്ലേസ് ഒരു വർക്കും പെൻഡിംഗ് ഒന്നുമില്ല അല്ലേ? ഈ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഒറിജിനൽ ആണ്. ക്വാർട്ടർ ഗ്ലാസ് ഒക്കെ ഒറിജിനൽ ആണ്. ഓക്കെ, ഒരു സാധനം മാറിയില്ല കേട്ടോ. ഫുള്ള് ഫ്രഷ് സാധനം. ഷോറൂമിൽ നിന്ന് ഇറക്കിയ പോലെ ഉണ്ടല്ലേ? ഓക്കെ, എത്ര ഇത് നമ്മൾ ഓട്ടം പറഞ്ഞിരിക്കണം? ഇത് 2.5 ലക്ഷം കിലോമീറ്റർ നമ്മൾ ആദ്യം പറഞ്ഞിരിക്കണം അല്ലേ? ഓക്കെ, വണ്ടി വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ തട്ടുമുട്ടി പേർക്കൊന്നുമില്ല. നല്ല ക്ലിയർ വണ്ടിയാണ്. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. ഇത് 7 സീറ്റർ 8 സീറ്റർ വണ്ടി? 8 സീറ്റർ RC ഇൻക്ലൂഡ് ആണ് തന്നെ. ഒരു 8 സീറ്റർ വണ്ടിയാണ് കേട്ടോ. RC ഇൻക്ലൂഡ് ആണ്. ഇത് എത്ര നിങ്ങളിപ്പോ നമ്പർ ആക്കിയിട്ടില്ല കൊടുക്കാം? എത്രക്കാ കൊടുക്കാം? 8.60 കൊടുക്കും. നമ്പർ ആക്കിയിട്ട് 8.60 തരും കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കി ചെക്ക് ചെയ്തിട്ട് അഡ്വാൻസ് ആക്കി കളി. പിന്നെ ഷോറൂം വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മെക്കാനിക്കിനെ കൂട്ടിയിട്ട് വരാം. അല്ലെങ്കിൽ ഷോറൂം ഇവിടെ ഉണ്ടല്ലോ, തിരൂരുണ്ട്. അങ്ങനെ പോയിട്ട് പുറത്ത് ലോങ് വരുന്ന ആളൊക്കെ ആണെങ്കിൽ അവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്തോട്ടെ അല്ല? അത്രയ്ക്കും ഒരു 100% ഗ്യാരണ്ടി ഉള്ള സാധനമാണ്. നല്ലൊരു മുതലാണ്. വേണമെങ്കിൽ വിളിച്ചോട്ടോ. ഇവിടെ നമുക്കൊരു 7 സീറ്റർ എർട്ടിഗ നോക്കാം. ഇത് കേരള വണ്ടി അല്ലേ? കേരള വണ്ടി. ഇത് 8 സീറ്റർ ആണ്. ഇത് പറഞ്ഞോളി മോഡൽ കാര്യങ്ങളൊക്കെ. 2014 വണ്ടി. 2014 മോഡലാണ്. ഓപ്ഷൻ പിന്നെ 40,000 കിലോമീറ്റർ ഓടിയുണ്ട്. VDI വണ്ടി. VDI വണ്ടി അല്ലേ? 8 സീറ്റർ ആണ്. AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ AC എല്ലാ സെറ്റപ്പും ഉണ്ട്. വണ്ടി തട്ടുമുട്ട് വരക്ക് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടി. ഏതൊരാൾക്കും വിശ്വസിച്ച് എടുക്കാൻ പറ്റൂല. കണ്ണി ചിമ്മിട്ട് എടുക്കാം. ഓക്കെ, എത്ര ചോദിക്കണേ? ഇത് 4 ലക്ഷം രൂപ കൊടുക്കാം. 4 രൂപ തന്നെ? എത്ര മോഡൽ പറഞ്ഞു? 2014 എർട്ടിഗ വണ്ടി 4 ലക്ഷം രൂപക്ക് തരും കേട്ടോ. വേണമെങ്കിൽ പെട്ടെന്ന് വന്നോ. എവിടുന്ന് കിട്ടൂല ഈ വാൽക്ക് അല്ലെ? മലപ്പുറം ജില്ലയിൽ നിന്ന് എവിടുന്ന് കിട്ടൂല. ഏറ്റവും കുറവിന് കിട്ടുന്ന മലപ്പുറം ജില്ലയിലാണ്. എന്നാലും 4 രൂപയ്ക്ക് എവിടുന്ന് കിട്ടൂല. അപ്പൊ പെട്ടെന്ന് വേണമെങ്കിൽ വിളിച്ചോവാ. അടുത്ത നമുക്ക് ഫോർച്യൂണർ റിച്ച് ടീമിന് പറ്റിയ വണ്ടിയാണ്. 4x4 അല്ലേ? 4x4. ഓക്കെ, ഓഫ് റോഡ് വണ്ടി അല്ലേ? എത്ര മോഡലാണ്?
2011 കേരള. 2011 ഒറിജിനൽ കേരള, നല്ല അലുവ പോലത്തെ നമ്പറാണ്. 6699 ആണ് വരുന്നത്. KL58 തലശ്ശേരി റൈസാണ്, നമ്മുടെ നാട്ടിലെ റൈസാണ്. പിന്നെ വണ്ടി എന്ത് പാട്? വണ്ടി വർക്കുകളും കാര്യങ്ങളും പെൻഡിങ്, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, തട്ടിമുട്ട് വരക്കൊന്നുമില്ല. ഓ, ഇതൊക്കെ ഓട്ടോ എത്ര വരുന്നത്? 2 ലക്ഷം കിലോമീറ്റർ. 2 ഓട്ടം ഓടിക്കുന്നത്. ഇതുണ്ട് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ. യാതൊരു പേടി വേണ്ട, കണ്ണ് ചിമ്മിട്ട് എടുക്കുക, അങ്ങനത്തെ വണ്ടിയാണ്. പിന്നെ ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്, കട്ടയുള്ള ടയർ ഉണ്ട്. ഒക്കെ കടുംപുത്തൻ ടയറാണല്ലോ അല്ലേ? എത്ര ചോദ്യം ഇത്? 10.5 ലക്ഷം രൂപ കൊടുക്കാം. 10 ലക്ഷം റുപ്യക്ക് കൊടുക്കാം ലാസ്റ്റ്. എന്നൊക്കെ അറിയോ? ചെറുമാതിരി എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. എന്തെങ്കിലും ഇവിടെ വന്നിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ വില കുറച്ചു കേട്ടോ. ഫിക്സ് റേറ്റ് ഒന്നുമല്ല, നെഗോഷ്യബിൾ ആണ്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാളി. ഇവിടെ നമുക്ക് ക്രിസ്റ്റ നോക്കാം. ക്രിസ്റ്റ എത്ര മോഡലാണ്? 2018 മോഡൽ. 2018 മോഡലാണ്. MH റൈസിലാണ് വണ്ടി നിൽക്കുന്നത്. നമ്പർ ആക്കിയിട്ടില്ല കൊടുക്കാം. ഓക്കെ, ഇത് മാനുവൽ ഓട്ടോമാറ്റിക്കാ? മാനുവൽ വണ്ടി. ഓക്കെ, G4 ആണ് വരുന്നത് അല്ലേ ഓപ്ഷൻ? ജി. ഓക്കെ, ഇത് എന്ത് പാട് വണ്ടി? ആക്സിഡന്റ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, കമ്പനി സർവീസിന്റെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും. ഈ 1 ലക്ഷം എന്ന് പറയുമ്പോൾ ജെനുവിൻ കിലോമീറ്റർ, ഹിസ്റ്ററി ഉള്ള കിലോമീറ്റർ ആണ് തന്നെ. പക്ക വണ്ടി അല്ലേ? ഓക്കെ, എത്ര ചോദ്യം? ഇത് നമുക്ക് 16 ലക്ഷം രൂപ കൊടുക്കാം. 16 ലക്ഷം രൂപ കൊടുക്കാം ലാസ്റ്റ്. അതിലൊന്നും കുറയോ? പറയാം. ഇത് ഫുള്ള് ലോണൊക്കെ കയറോ? ഫുള്ള് ലോൺ കയറൂല. എത്ര വേണ്ടി വരും? 2 രൂപ ഉണ്ടല്ലോ. നമ്പർ ആയിട്ട് നമുക്ക് 8 രൂപ ലോൺ ഓടിക്കാം. ഓക്കെ, ഒരു 8 രൂപയൊക്കെ ലോൺ. 8 രൂപ കിട്ടുള്ളൂ ലോണ്, അതിൽ അപ്പുറം കിട്ടൂല. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ നോക്കിയാലോ കേട്ടോ. ഇവിടെ നമുക്ക് വിറ്റാര ബ്രസ്സ നോക്കാം. ബ്രസ്സ കുറച്ച് മോഡിഫിക്കേഷനിൽ കയറിക്കണല്ലോ. ഈ ഫ്രണ്ട് ഇതിന്റെ ആ ഒരു ഗ്രില്ല് വെച്ചിരിക്കണം. അതുപോലെ തന്നെ പിന്നെ കാരിയർ സെറ്റ് ചെയ്തിരിക്കണ്. ഉള്ളും പുറത്തൊക്കെ ഉള്ളിൽ നല്ല ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് സീറ്റ് കവർ ഉണ്ട്, ആലോചിച്ച് കാര്യങ്ങൾ. ഇത് ഏതാണ്? ഫുൾ ഓപ്ഷൻ വണ്ടി? ആലോചിച്ച് കാര്യങ്ങൾക്ക് കമ്പനിയിൽ വരുന്നതല്ലേ? മോഡൽ എത്രയാണ്? 2016 വണ്ടിയാണ്. ZD പ്ലസ് ഏറ്റവും ടോപ്പ് ഓപ്ഷൻ അല്ല? എത്ര ഓടിക്കണേ? ഇത് ഓടിയില്ല 130. ഒന്നൊപ്പം ഓടിയിട്ടുണ്ട്. വണ്ടി മിയാമിയ, തട്ടുമുട്ട് വരക്കൊന്നുമില്ല, റീപ്ലേസ് ഇല്ല. എത്ര കൊടുക്കാം? ഇത് നമുക്ക് ഫൈനൽ ഒരു 6.85 കൊടുക്കാം. 6.85 കൊടുക്കാം അല്ല? 2016 മോഡൽ ZDI പ്ലസ്. ഓക്കെ, ഇവിടെ നമുക്കൊരു ഇന്നോവ കാരവൻ നോക്കാം. ഇതിന്റെ എങ്ങനെ പറഞ്ഞോളി? 2012 വണ്ടി DC. ഇത് നമ്മൾ അന്നാൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ, ഒന്നുകൂടി കാണിച്ചു കൊടുക്കാം. വില കുറച്ചിക്കണം, കുറച്ചെങ്കിലും ആൾ വരുള്ളൂ കേട്ടോ. വില കുറച്ചിട്ടുണ്ട്. അത് പറഞ്ഞോളി ഇതിന്റെ എന്ത് കാര്യങ്ങളൊക്കെ. ഇത് ടിവിയും ഫ്രിഡ്ജ് AC-യും എല്ലാം ഉണ്ട് വണ്ടിയിൽ. എവിടെ വേണമെങ്കിൽ ദുനിയാ വീട്ടിൽ പോയിട്ട് വരാം, എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇതിൽ തന്നെ രാത്രി ഉറങ്ങാം, വണ്ടി ഓഫ് ചെയ്യാം, കെടുക്കുക, വെള്ളം കുടിക്കാം. ഓക്കെ, പറഞ്ഞോളി. 2012 വണ്ടി DC മോഡിഫൈഡ്. ഓക്കെ, പിന്നെ AC, സെൻട്രൽ AC, ഫ്രിഡ്ജ്, TV എല്ലാ സെറ്റപ്പും എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടല്ലോ ഇപ്പൊ ഓൾറെഡി? ഓക്കെ, ഇത് മോഡൽ എത്ര? നിങ്ങള് 2012 മോഡലാണ്. പിന്നെ ഇത് കൺവേർട്ട് ആക്കി ന്യൂ ഷേപ്പിലേക്ക്? എത്ര ചോദ്യം? ഇത് നമുക്ക് 8 രൂപ കൊടുക്കാം. 8 രൂപ കൊടുക്കാം അല്ലേ? ഇത് ലോണൊക്കെ കിട്ടുമോ ഇതിന്? ലോൺ നമ്പർ ആയതിനു ശേഷം കിട്ടും. നമ്പർ ഇപ്പൊ ഓൾറെഡി ആയിട്ടില്ലല്ലേ? ഓക്കെ, നമ്പർ ആയതിനു ശേഷം ലോൺ കിട്ടും കേട്ടോ. ഗുജറാത്ത് റൈസിലാണ് വണ്ടി നിൽക്കുന്നത്. 8 രൂപ ചോദിക്കണമെങ്കിൽ വില കുറച്ച് കൊടുക്കൂലേ? ഓക്കെ, അപ്പൊ ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷനൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് ലൊക്കേഷൻ ഒന്നും കൂടി പറഞ്ഞുതരാം. മലപ്പുറം ഡിസ്ട്രിക്ട് ആണ്. പൊന്നാനി ടു പുത്തമ്പള്ളി റോഡ്, മാറഞ്ചേരിയാണ് പ്ലേസ് വരുന്നത്. റോയൽ യൂസർ കാർസ് ആണ് നെയിം വരുന്നത്. ഓക്കെ, അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ.